അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, നമ്മുടെ ടിക്കറ്റ് മുതലായി. അൽഹംദുലില്ലാഹ്. വളരെ സന്തോഷം നിറഞ്ഞ മനസ്സോടുകൂടെയാണ് ബാംഗ്ലൂരിലെ സമ്മേളനം കഴിഞ്ഞ് സമസ്തയെ സ്നേഹിക്കുന്ന ഓരോ പ്രവർത്തകനും പാലസ് ഗ്രൗണ്ടിലെ ഓരോ മണൽത്തരിയും ഓർക്കുന്ന ഒരു സമ്മേളനം. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ ഒരു വരവുണ്ട്. ഏതൊരു സുന്നി പ്രവർത്തകൻ്റെയും രോമം എഴുന്നേറ്റ് നിൽട്ടുണ്ടാവും. സയ്യിദുൽ ഉലമ ശരിക്കും സയ്യിദുൽ ഉലമ എന്നല്ല, സയ്യിദു ഹാദിഹിൽ ഉമ്മ എന്ന് തന്നെ പറയാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു ഇന്നത്തെ ആ രാജകീയമായ വരവേൽപ്പ്. അല്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു. ഓരോരുത്തരും മനസ്സറിഞ്ഞിട്ടാണെന്ന് ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങണത്. പാലസ് ഗ്രൗണ്ടിലെ ഓരോ മണൽത്തരികൾക്കും എന്നും ഓർക്കാൻ കഴിയുന്ന ഒരനുഭവം. വല്ലാത്തൊരു സംഭവമായിപ്പോയി. ഇനി സയ്യിദുൽ ഉലമ പറഞ്ഞത് ഇന്നെപ്പറ്റിയാണ്, ഞങ്ങളെ പറ്റിയാണ് എന്നൊന്നും ആരും കരുതണ്ട. പിന്നെ സമസ്ത കേരള എന്ന് കണ്ടിട്ട് അവിടെ ഇട്ട് വട്ടം കൂട്ടിയ ആൾക്കാരാണ് ആരും ധരിക്കണ്ട എന്ന് പലരെയും ബോധ്യപ്പെടുത്തി. മനസ്സിലായില്ലേ? സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമക്ക് എവിടൊക്കെയാണ് വേരോട്ടുണ്ടായത് എന്ന് ശരിക്കെന്നാണ് മനസ്സിലായി. അച്ചടക്കമുള്ള അനുയായികൾ. നാട്ടിലേക്ക് ദീനാണ് വലുത് മക്കളെ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോളി. ഞാൻ മനസ്സിലാക്കിയത് ഈ ബാംഗ്ലൂർ സമ്മേളനം ബോധ്യപ്പെടുത്തുന്നത് നാട്ടുകാർക്ക് വലുത് ദീനാണ്. നാട്ടുകാർക്ക് വലുത്, സാധാരണക്കാരന് വലുത് ദീനാണ്. അവരുടെ ആഖിറ രക്ഷപ്പെടണം. അതിന് സമസ്തൻ്റെ ഒപ്പം വേണം. അതുകൊണ്ട് സയ്യിദുൽ ഉലമ വിദായികളെ കുടഞ്ഞിടും, സമസ്ത വിരുദ്ധരെ മുഴുവൻ കുടഞ്ഞു. ഒലവുക്കാൻ ആരുണ്ടാവും ഏവൻ. അപ്പം അതുകൊണ്ട് ബാംഗ്ലൂർ സമ്മേളനം, സമസ്തയുടെ 100ാം വാർഷിക ഉദ്ഘാടന സമ്മേളനം ചരിത്രത്തിലൊരു നാഴികക്കല്ല് തന്നെയാണ്. ഇനി അവിടുത്തെ പ്രസംഗങ്ങളൊന്നും ആരും ദുർവ്യാഖ്യാനം ചെയ്യണ്ട. മനസ്സിലായില്ലേ? ആരും ഒന്നും പറയണം. സമസ്തയോടൊപ്പം നിൽക്കുക. ഉണ്ടാകും ചില പുലികളൊക്കെ എലികളായി മാറി. പക്ഷേ ചില ആളുകളെയൊക്കെ സീറോ ആക്കി മാറ്റാൻ ശ്രമിച്ച ആളുകൾ ഇന്ന് ബാംഗ്ലൂരിൽ നിറഞ്ഞാടി ഹീറോ ആയി. ഇട്ട് തട്ടാമെന്ന് കരുതി പലരും. അവരൊക്കെ ഒന്ന് ഹീറോ ആയി. പ്രത്യേകം പറയേണ്ടത് പിന്നെ എന്താണ്, ആ കന്നഡയിൽ ആ മുത്തുമണി ഉണ്ടല്ലോ, എന്താണ് ആ കുട്ടിക്ക് എന്തെങ്കിലും ചായക്കായി കൊടുക്കണം. ആ അനൗൺസ്മെൻറ്റ് ഡിക്കൊക്കെ ഇരുന്ന് തരിച്ചിട്ടുണ്ടാവും. ആയിക്കൂടെ നമ്മളെ സലാഹുദ്ദീൻ വൈശു വല്ലപ്പോഴായി. ചില ആൾക്കാരൊക്കെ വിചാരിച്ചിട്ട് തട്ടാന്ന്. മൂപ്പരൊന്ന് സദസ് പിന്നെ സ്റ്റേജ് നിറഞ്ഞങ്ങട്ടാടി. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, നിറഞ്ഞു. സമസ്തയെ സ്നേഹിക്കുന്നവരുടെ മനസ്സും സമസ്തയുടെ വിരുദ്ധരുടെ പള്ളയും നിറഞ്ഞു. കുത്തിത്തിരിപ്പേരുടെ എന്താ പറയുക, അവർക്ക് പള്ളർച്ചും കിട്ടി. അതന്നെ ഉണ്ടായത്. അൽഹംദുലില്ലാഹ്.